ഏറ്റവും പുതിയ ഡിസൈനുകൾ, ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ, ഏറ്റവും മികച്ച ഓഫറുകൾ. Only at Regalia Golden Diamond, ചാവക്കാട്. പ്ലാറ്റിനം പോലെ സിൽവർ, ആളൂക്കാരൻ സിൽവർ ജ്വല്ലറി, ചേറ്റുവ റോഡ്, ചാവക്കാട്. ചേറ്റുവ റോഡ്, വാടാനപ്പള്ളി. ബി.ജെ.പിയും സി.പി.എമ്മും രണ്ടല്ലെന്ന് കെ.പി.സി.സി വൈസ് പ്രസിഡന്റ് വി.ടി. ബൽറാം. ബി.ജെ.പി അല്ല, സി.ജെ.പിയാണ് കേരളത്തിലുള്ളതെന്നും ആർ.എസ്.എസിന്റെ അജണ്ടകളുടെ നടത്തിപ്പുകാരായി കേരളത്തിലെ സി.പി.എമ്മും ഇടതുപക്ഷവും മാറിയെന്നും ബൽറാം പറഞ്ഞു. ഈ നീക്കങ്ങളുമായിട്ടാണ് മുന്നോട്ട് പോകുന്നത്. അവിടെയാണ് കാലങ്ങളായി നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നൊരു കാര്യം ഇന്ന് കേരള ജനങ്ങൾക്ക് ബോധ്യമാവുക. സി.പി.എമ്മും ബി.ജെ.പിയും രണ്ടും രണ്ടല്ല, ഇത് രണ്ടും ചേർന്ന സി.ജെ.പി ആണ് ഇന്ന് കേരളത്തിലുള്ളത്. ആർ.എസ്.എസിന്റെ അജണ്ടകളുടെ നടത്തിപ്പുകാരായി കേരളത്തിലെ സി.പി.എമ്മും ഇടതുപക്ഷവും അധപ്പതിച്ചിരിക്കുകയാണ്. പിണറായി വിജയന്റെയും മക്കളുടെയും കേസുകളിൽ നിന്നുള്ള മോചനം എന്നുള്ള ഏക ലക്ഷ്യത്തിൽ ആർ.എസ്.എസിന്റെ കാൽക്കീഴിൽ തലപണയം വയ്ക്കാൻ കേരളത്തിലെ ഇടതുപക്ഷത്തെ പോലും വഞ്ചിച്ചുകൊണ്ട് പിണറായി വിജയനും കർമ്മയും മുന്നോട്ട് പോകുന്നു എന്നുള്ളതാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. ഗുരുവായൂർ ഇന്ദിരാഗാന്ധി ടൗൺ ഹാളിൽ കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് അസോസിയേഷൻ ജില്ലാ സമ്മേളനത്തിന്റെ ഭാഗമായുള്ള സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ജില്ലാ പ്രസിഡന്റ് കെ.ജി. ഉണ്ണികൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു. ഡി.സി.സി പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ടാജറ്റ് മുഖ്യപ്രഭാഷണം നടത്തി. അസോസിയേഷൻ അംഗങ്ങളായ ജനപ്രതിനിധികളെയും സാഹിത്യപ്രതിഭ അബ്ദുൾ പുന്നയൂർകുളം എന്നിവരെയും ചടങ്ങിൽ ആദരിച്ചു. ജില്ലാ സമ്മേളന സോവനീർ പ്രകാശനവും നടന്നു. യു.ഡി.എഫ് മുൻ ചെയർമാൻ ജോസഫ് ചാലിശ്ശേരി, സംസ്ഥാന വൈസ് പ്രസിഡന്റ് സി. ബാലൻ, സംസ്ഥാന സെക്രട്ടറി ടി.എം. കുഞ്ഞുമൊയ്തീൻ, ഡി.സി.സി സെക്രട്ടറി അഡ്വക്കേറ്റ് ടി.എസ്. അജിത്, കെ.ബി. ജയറാം, പി.എസ്. സുന്ദരൻ, എം.സി. പോളച്ചൻ, എ.ടി. സ്റ്റീഫൻ, അരവിന്ദൻ പല്ലത്ത്, ബഷീർ പൂക്കോട്, ടി. വനജ ടീച്ചർ തുടങ്ങിയവർ സംസാരിച്ചു. സംസ്ഥാന കമ്മിറ്റി അംഗം എം.എഫ്. ജോയ് സ്വാഗതവും സംസ്ഥാന കൗൺസിലർ വി.കെ. ജയരാജൻ നന്ദിയും പറഞ്ഞു. സമ്മേളനത്തിന് മുന്നോടിയായി വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ ഗുരുവായൂർ നഗരത്തിൽ വർണ്ണാഭമായ പ്രകടനവുമുണ്ടായി. പ്രതിനിധി സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് എം.പി. വേലായുധൻ ഉദ്ഘാടനം ചെയ്തു. ഗുരുവായൂർ മണ്ഡലത്തിലെ നാട്ടുവാർത്തകളുമായി സർക്കിൾ ലൈവ് ന്യൂസ്.